ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞ ഉത്തരകാശിയിലെത്തി ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘം. റോഡുകളെല്ലാം തകർന്ന് ഒറ്റപ്പെട്ട ധരാലിയിൽ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി ആണ് നേരിടുന്നത്. അപകടകരമായ പാതകളിലൂടെ മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് PR സുനിലും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയും ദുരന്ത ഭൂമിയിലെത്തിയത്. 46 മണിക്കൂറിലധികം നീണ്ട യാത്ര. ഇപ്പോൾ ഹർഷിലിലാണ് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം. PR സുനിലുണ്ട് ധാരാലിയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി. PR സുനിൽ, ഗുഡ് ഈവനിംഗ്. PR സുനിൽ, ഏറെ സമഗ്രമായ ജോലിയാണെന്നറിയാം. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് നമ്മളിപ്പോൾ ധാരാലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് PR സുനിൽ? അരുൺ, ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ്. രാവിലെ നമ്മൾ ഗഗ്നാനി മേഖലയിലെ കുത്തനെയുള്ള മലയിറങ്ങി. അത് അതിസാഹസികമായിരുന്നു. അതിനുശേഷം നദി മുറിച്ചു കടന്നു. 2 മരത്തടിക്ക് മുകളിലൂടെ കടന്ന് നദി മുറിച്ചു കടന്ന ശേഷം സമാനമായ മറ്റൊരു മല കൂടി, നമ്മൾ കുത്തനെയുള്ള മല കൂടി, ഹിമാലയത്തിലെ മല കൂടി കയറി റോഡിലേക്ക് എത്തി. പിന്നീട് 15 കിലോമീറ്റർ ദൂരം നടന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ചെങ്കുത്തായ കുഴികളുമൊക്കെയുള്ള പ്രദേശമായിരുന്നു. ആ പ്രദേശത്തുകൂടി നടന്ന് നമ്മളൊരു 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാഹനം കിട്ടി. വൈകിട്ടോടെയാണ് നമ്മൾ ഈ പ്രദേശത്തെത്തുന്നത്. ഏതാണ്ട് 6:30 മണി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ദരാലിയിലേക്ക് പോകുന്നത്. ദരാലിയിൽ കണ്ട കാഴ്ച എന്നത് ആ ഗ്രാമമാകെ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ ആകെ നമ്മൾ ആ ഒരു വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര മാത്രമാണ്. ബാക്കിയെല്ലാം ഒലിച്ചു പോവുകയും അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ അകപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരും അവശേഷിച്ചിട്ടില്ല. ആകെ ഈ മേഖലയിൽ നിന്ന് കിട്ടിയത് ഒരാളുടെ മൃതദേഹം മാത്രമാണ്. ബാക്കി ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, എത്ര പേരെ കാണാതായി എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തത നിലനിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഹർസിലെ ആർമി ക്യാമ്പിലാണ്. ഇവിടെയൊക്കെ കല്ലിന്റെ വലിയ വലിയ പാറക്കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ഹർസിലെ ഒരു മെസ്സ് തന്നെ ഒലിച്ചുപോയി. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നാളെ രാവിലെ കാണിക്കും. ഈ രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇവിടുത്തെ കമാൻഡിംഗ് ഓഫീസർ നാളെ നമ്മളോട് സംസാരിക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ആ കാഴ്ചകൾ കൂടി കാണിക്കും. ഏതായാലും ഹർസിൽ ഈ ഒരു മെസ്സ് ഒലിച്ചു പോയപ്പോൾ 9 ജവാന്മാരെ കൂടി കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിഭീകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ദരാലി മേഖലയിൽ നിലനിൽക്കുന്നത്. അവിടെ സൈനിക ഉദ്യോഗസ്ഥരെയും ഹർസിലിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. 9 ആർമി മെൻ ഫിയർഡ് മിസ്സിംഗ് എന്നുള്ളതാണ് അന്ന് ഈ ബേസ് ക്യാമ്പിൽ നിന്ന് വന്ന വിവരങ്ങൾ. ഇപ്പോൾ 150ഓളം ട്രൂപ്പുകൾ അവിടെ, സേനാ വിഭാഗങ്ങൾ അവിടെ തെരച്ചിലിനായി ഉണ്ടായിരുന്നു. ഈ കാണാതായ മനുഷ്യരെ, അവർ ഈ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ട്. ഈ ഗ്രാമത്തോടൊപ്പം അവരും ഇല്ലാതായി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ? തീർച്ചയായും ഇവരെയൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവരെ ഇനി കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയുമില്ല. കാരണം അത്രയ്ക്ക് വലിയ ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയോ മുകളിൽ. ഇപ്പോൾ ഈ ദരാലി എന്ന് പറയുന്ന ഈ മേഖലയിൽ 40 അടിയാണ് ചെളി മൂടി കിടക്കുന്നത്. അപ്പോൾ ഈ 40 അടിക്ക് താഴെ ഉള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ ആരെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുക. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇനി വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയായിരിക്കും. റഡാർ സംവിധാനമൊക്കെ തന്നെ കൊണ്ടുവന്ന് 2 ദിവസത്തിന് ശേഷം അതിന്റെ ഒരു പരിശ്രമം നടത്തും എന്നൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ യാതൊരു പ്രതീക്ഷയും ഇക്കാര്യത്തിലില്ല. ആരെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയില്ല. ഏതായാലും ഈ ദരാലി മേഖലയിൽ ഇപ്പോൾ കാണാതായിട്ടുള്ള ഈ പറയുന്ന ആളുകളെ, അവിടത്തുകാർ പറയുന്നത് 100-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ്. കാരണം അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു. മാത്രമല്ല, നേപ്പാളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇതൊരു ആപ്പിൾ ഏരിയ കൂടിയാണ്. ആപ്പിൾ മരങ്ങളൊക്കെ തന്നെ ഒരുപാട് ഉള്ള ഒരു ഗ്രാമം കൂടിയാണ് ഈ ദരാലി. അപ്പോൾ അവിടെയൊക്കെ തന്നെ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും കാണാതായിരിക്കുകയാണ്. അവരെല്ലാവരും ഒലിച്ചു പോവുകയും
പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു മണ്ണിനടിയിൽ അകപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പോഴും അതൊക്കെ മണ്ണൊക്കെ തുറന്ന് ഒരു പരിശോധനയിലേക്ക് കടക്കാൻ സാധിച്ചിട്ടേയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വയനാട്ടിലൊക്കെ കണ്ടതുപോലെ JCB ഒക്കെ എത്തിച്ച് മണ്ണ് മാറ്റിയുള്ള ഒരു തെരച്ചിൽ നടപടികളിലേക്ക് ഇതുവരെ ഇവിടെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സിഗ്നലിംഗ് സംവിധാനം ഒക്കെ തന്നെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയ ശേഷം അക്കാര്യം പരിശോധിക്കും എന്നാണ് ഇപ്പോൾ ഈ തെരച്ചിലിനൊക്കെ തന്നെ നേതൃത്വം നൽകുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അതിഭീകരമായ ഒരു കാഴ്ചയാണ്. നമ്മളിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്ന് തീരുമാനിച്ചത് 4 ദിവസമായി നമ്മൾ ഈ ദരാലിയിലേക്ക് വരാനായി കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ റോഡ് മാർഗം ദരാലിയിലേക്ക് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പോലും വരാൻ ആകില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഗഗ്നാനിയിൽ നിർമ്മിക്കുന്ന പാലം പണി കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം നമ്മുടെ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡേ ഇല്ലാതായി പോയിട്ടുണ്ട്, നദിയെടുത്തു പോയിട്ടുണ്ട്, പല മേഖലകളിലും റോഡ്. നമ്മൾ ആ നദിയുടെ ഉള്ളിലൊക്കെ കൂടി ഇറങ്ങി നടന്നാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അതൊക്കെ ഇനി പുനർനിർമ്മിച്ച് വേണം ഒരു വാഹനത്തിന് ഇവിടേക്ക് എത്താൻ. താങ്ക് യു. അത്രയ്ക്ക് ശ്രമകരമായ